നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ബ്രാഹ്മണ ശാപം. ചില പ്രശ്ന ചിന്തകളിൽ കുടുംബപരമായിട്ടും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടും നമുക്ക് ഈ ബ്രാഹ്മണ ശാപം ഉണ്ടാകുന്നു എന്ന് ജ്യോതിഷവിധി പ്രകാരം പറയുന്ന ചില സമയങ്ങൾ നമ്മൾക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ആ സമയങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് നീരസപ്പെടേണ്ട കാര്യമില്ല. വളരെ വിശ്വാസത്തോടു കൂടി ഒരു വർഷക്കാലത്തേക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുകയും നെയ്വിളക്ക് തെളിയിക്കുകയും ഭഗവാൻ ഇഷ്ടപ്പെട്ട ഹാരം, തുളസിമാല സമർപ്പണം, പാൽപ്പായസം, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഭഗവാന് കരിക്കോട് കൂടിയുള്ളൊരു താമ്പൂല ദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് വ്യാഴാഴ്ച തോറും ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം, കൂവളമാല, നെയ്വിളക്ക്, ഇങ്ങനെയൊക്കെ യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു വർഷ കാലയളവ് കൃത്യമായിട്ട് അത് 13 നമുക്കത് ചെയ്ത് മാറണം. ഈ ഒരെണ്ണം അധികം നമ്മൾ ചെയ്യുന്നത് 12 മാസം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കർമ്മത്തിന് ഏതെങ്കിലും വിധേന അനിഷ്ടതകളുണ്ടായി അല്ലെങ്കിൽ തടസ്സഗതികളുണ്ടായി അതിനൊരു മുടക്കം സംഭവിച്ചാൽ അത് 13ാമത്തേനകത്ത് അത്തരം കാര്യങ്ങൾക്കുള്ള പ്രായശ്ചിത്തം എന്ന നിലയിൽ നമ്മളത് ചെയ്ത് എടുക്കുന്നൊരു കാര്യമാണ്. വിശ്വാസപ്രകാരം ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണവും ഫലവും നമുക്കത് ഉണ്ടായിരിക്കുന്നതാണ്.